അസ്സലാമു അലൈക്കും. സാബി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബീത്താക്കും സുഖം തന്നെ. ഇന്ന് സാബീത്ത പറയാൻ വേണ്ടി വന്നത് എന്താണെന്നറിയാം? സാബീത്ത് ഒരു വീഡിയോസ് കണ്ട് എന്നെ വെച്ചിട്ടാണല്ലോ ഇപ്പം പലരും ചെയ്യുന്നത്. ആരാന്നാ എന്നാളീ സൂഫി സഫാർ മീഡിയ എന്നെ പറ്റിയിട്ടിട്ട വീഡിയോസ് നിങ്ങൾ കണ്ടിക്കാം. കേട്ടിട്ട് കുറച്ച് പറഞ്ഞുതരാം. കളിയും കോമഡിയും ഒക്കെ അതേപോലെ തന്നെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ സാബിറ താത്താനെ അറിയില്ലേ? യൂട്യൂബിൽ ധാരാളം വീഡിയോ ചെയ്ത സാബിത്ത പിന്നീട് റീച്ച് ലഭിച്ചുകൊണ്ടിരുന്നത് ഉസ്താദുമാരെ കുറ്റം പറഞ്ഞതുകൊണ്ട്. യൂട്യൂബിൽ ഇതിൽ എന്തെല്ലാം പച്ച നുണയാ വന്ന് പറയുന്നത്. സൂഫി സഫാർ ആളെ നിങ്ങളെ ഫോട്ടോ വെച്ചിട്ടില്ല. എന്ത് പച്ച നുണയാ പറയുന്നത്. ഞാൻ യൂട്യൂബിൽ വന്ന് പറഞ്ഞ് ഉസ്താദുമാർ പറഞ്ഞത് കൊണ്ടാണോ ഞാനിങ്ങനെ വൈറലായത്? ഞാൻ മക്കളെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വീഡിയോസ് ഇടലില്ല. എന്നോട് പലരും പറയും സാബീത്ത ഇൻസ്റ്റാഗ്രാമിലിട്. ഞാൻ വിചാരിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പൊ അങ്ങനെ എല്ലാവരും പറഞ്ഞതിന് ഞാൻ ഒരു ദിവസം രാത്രിയിൽ മക്കനെ ഇട്ട് മെക്സീൻ്റെ മോളൊരു മക്കനെ എടുത്തിട്ട് മറ്റേ സെൽഫി തട്ടയില്ല അതും എടുത്തിട്ട് ഞാൻ എന്തോ ഇങ്ങനെയുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് വെച്ചിട്ട് ഞാൻ അങ്ങ് ഇട്ട് കൊടുത്ത്. എൻ്റെ പഠിച്ചോനെ മോദിക്കാ ഞാൻ ഇടുന്നത്. രാത്രി ഞാൻ ഇട്ടിട്ട് രാവിലത്തേക്ക് 1,000,000 5 ലക്ഷം ആളും കണ്ടത്. പിന്നെ 3ൻ്റെ അത് നോക്കുമ്പോൾ അതിൽ 5-6 ലക്ഷം ആളും കണ്ടത്. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടിയാണ് ഞാൻ വൈറലായത്. അതെന്തെന്നാ പറയുന്നത്? ആ പാട്ട് ഇങ്ങനെ ആക്കിയിട്ടുള്ളൊരു പാട്ടുണ്ട് എന്തോ ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇൻസ്റ്റാഗ്രാമിൽ. അതിൽ കൂടിയാണ് ഞാൻ വൈറലായത്. ഉസ്താദിനെ കുറ്റം പറഞ്ഞിട്ടല്ല. ഏതെങ്കിലും വന്ന് നുണ പറയുന്നത് വിലല്ലേ? എനിക്ക് ഈ നുണ പറയുന്നവരെ കണ്ടൂടാ. ഞാൻ അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് മക്കളെ. ഞാൻ ഉസ്താദിനെ പറഞ്ഞത് കൊണ്ടാണോ വൈറലായത്? പിന്നെ എന്നെ കൂടുതൽ വൈറലാക്കിയത് ഉസ്താദുമാർ. ഞാനൊരു നൂല് മന്ദിരിച്ചേനല്ലേ റസാ വ്ലോഗ് ഉസ്താദ് പറഞ്ഞത് അല്ലേ? ഞാനൊന്ന് തുള്ളിക്കളിച്ചേനല്ലേ റസാ വ്ലോഗ് ഉസ്താദ് പറഞ്ഞത്? നൂല് മന്ത്രിക്കുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇപ്പം നിയാസ് ഉസ്താദ് പറഞ്ഞു തന്നതിലോട്ടല്ലേ പറഞ്ഞു തരേണ്ടത്? ഓർക്ക് റീച്ച് കിട്ടുവാൻ വേണ്ടിയല്ലേ പറഞ്ഞത്? ഓറെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നല്ലോണം പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവില്ല. കുറ്റങ്ങൾ പറഞ്ഞാലാണ് റീച്ച് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഓർ ഇടുകയും ചെയ്ത്. ഓടുന്നതും പിന്നെ ദിക്ർ ചെല്ലുന്നതും മറ്റേതും മറിച്ചതും സെക്സിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടൊന്നും റീച്ച് കിട്ടുന്നില്ല. അപ്പൊ എൻ്റെ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല? റസാബ് ഉസ്താദിന് 4-5 ലക്ഷം ആള് കണ്ടിട്ട് നല്ലോണം ഡോളറും കയറിക്ക്. അപ്പൊ അതുകൊണ്ടാണ് എന്നെ കൊണ്ട് പറഞ്ഞു കൊടുത്തത്. കുറ്റം പറഞ്ഞതുകൊണ്ട്. യൂട്യൂബിൽ വളരെ സജീവമായിരുന്ന ഒരു പേര് അവരുടെ ചാനൽ പലരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. വീഡിയോകൾക്ക് വ്യൂസ് ഉണ്ടായി, ചർച്ചകളുണ്ടായി, പിന്തുണയും എതിർപ്പും ഒരുപോലെ ഉണ്ടായി. പക്ഷേ ഈ ചർച്ചകളെല്ലാം ആരാ ആക്കിയത്? ഞാൻ നല്ലോണം ലൈവ് ഇടുന്നു, നല്ലോണം വീഡിയോസ് ഇടുന്നു. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഡാൻസും എൻ്റെ കളിയും എൻ്റെ പാട്ടേ ഇട്ടുകൊള്ളൂ. ആരായി ശ്രദ്ധ പിടിച്ച് വെറ്റിപ്പിച്ചേ? ഞാനാ? അപ്പൊ എൻ്റെ കളിയും എൻ്റെ നൂല് മന്ത്രവും കണ്ടിട്ട് എല്ലാവരും എടുത്ത് അങ്ങ് വീഡിയോസ് ഇട്ട് കൊടുത്ത്. പിന്നെ അന്നേരം എല്ലാവർക്കും ശ്രദ്ധ ഞാനായില്ല. അപ്പൊ എൻ്റെ ധാരാളല്ലാലോ അത്, എൻ്റെ ധാരാളല്ലാലോ. ഞാൻ ഒരു വൈറലാവാൻ വേണ്ടി ഇട്ടുകൂല, വൈറലാവും ഞാൻ വിചാരിച്ചിരിക്കൂല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി വൈറലായത്. ഇൻസ്റ്റാഗ്രാമിൽ സത്യം അങ്ങോട്ട് പറയുന്നത് ഇത്ര ജനം ഇൻസ്റ്റാഗ്രാമിലുണ്ടെന്ന് ഞാൻ അറിയല്ല. പലരും എന്നോട് പറയും ഇൻസ്റ്റാഗ്രാമിലുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു ഇല്ല, ആരായാലും 3-5 ആളല്ലേ ഉള്ളൂ. യൂട്യൂബ് അല്ലേ നല്ലേ? നോക്കുമ്പോൾ യൂട്യൂബിനാക്കട്ടെ ആൾക്കാരുള്ള ഇൻസ്റ്റാഗ്രാമിലല്ലേ. അതിലൊരു വീഡിയോസ് ഇട്ട് നോക്കുമ്പോൾ മക്കളെ 5 മിനിറ്റ് കൊണ്ട് 1000കണക്കിന് ആളാ കാണുന്നത്. ഇപ്പം വൈറലാത് ഇൻസ്റ്റാഗ്രാമിൽ കൂടി. പിന്നെ ആ നൂല് വന്നിട്ടാണ് ഇപ്പം പറ്റിച്ച. അതിൽ ഷെഫോ എന്നുള്ളത് അത് ശരിയില്ല, അങ്ങനെയല്ല ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു കുറ്റാങ് പറഞ്ഞോട്ട്. പിന്നെ കുറ്റം കേൾക്കാനാണല്ലോ ജനങ്ങൾക്ക് ഇഷ്ടം. ഹിന്ദുക്കളോടല്ലേ മുസ്ലിങ്ങളോടാ? മുസ്ലിങ്ങൾക്ക് കൂടുതൽ കുറ്റം കേൾക്കാൻ ഇഷ്ടം. ഹലാലും ഹറാമും പറയുന്നത് അവരാണ്. എന്നാലും കുറ്റം കേൾക്കലും അവർക്കാണ് ഇഷ്ടം. നല്ലോണം പറഞ്ഞിട്ട വ്യൂസിനൊന്നും വ്യൂസ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ആ റസാബ് ഉസ്താദ് എന്നെ കൊണ്ട് കുറ്റം പറഞ്ഞിട്ടോക്കെ നിങ്ങൾ 4-5 ലക്ഷം ആള് കണ്ടിക്കാ വീഡിയോസ്. ഒരു വീഡിയോസ് അത്ര റീച്ചില്ല. എന്റെ പവറും ഉണ്ട് കേട്ടാ. ഞാൻ അത്ര നല്ലൊരു മനുഷ്യനാ. ആ ചാനലിന്റെ ഉള്ളടക്കം പലപ്പോഴും ഉസ്താദുമാർക്കെതിരെ ദീൻ പഠിപ്പിക്കുന്നവരെ സംശയത്തിന്റെ നിഴലിലാക്കി. അവരുടെ ഉദ്ദേശങ്ങളും പരിശ്രമങ്ങളും ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു അത്. ഇന്ന് മോനെ സൂഫി സഫർ എന്ന് പറയുന്ന ആളെ വെറുതെ കുത്തിൻ്റെ പച്ച നുണയെന്നാണ് വിളമ്പണ്ട കേട്ടോ. ഞാൻ ഉസ്താദുമാരെ ഒരിക്കലും കുറ്റം പറഞ്ഞല്ല. ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല.
ഞാൻ എൻ്റെ പൊന്ന് സിറാജുദ്ദീൻ ഉസ്താദിനോടൊന്ന് പറഞ്ഞ് നിങ്ങളറിയാം. എൻ്റെ പൊന്ന് സിറാജുദ്ദീൻ ഉസ്താദേ, നിങ്ങളൊന്ന് പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ. ആണുങ്ങൾ ഒരുപാട് ആണുങ്ങളുണ്ട്, ഭാര്യനെയും മക്കളെയും ഉപേക്ഷിച്ച് പോയി കളയുന്നു, വേറെ കല്യാണം കഴിക്കുകയും വേറെ പോയി കളഞ്ഞിട്ട് ഭാര്യയും മക്കളും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതെൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല, എൻ്റെ വീട്ടിന് വേണ്ടിയല്ല, ഈ ലോകത്തിന് വേണ്ടി. ലോകത്തുള്ള പല പെണ്ണുങ്ങളും ഭർത്താക്കന്മാർ ഇട്ടേച്ച് പോയിട്ട് അവരെ വിഷമങ്ങൾ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഉസ്താദ് സിറാജുദ്ദീൻ ഉസ്താദെ, നിങ്ങൾ പല വയലിലും യൂട്യൂബിലും മഹലിലും വെച്ച് നിങ്ങളൊന്ന് പറയണേ ആ കാര്യമെന്ന്. പക്ഷേ ആ പറഞ്ഞ വാക്ക്, ആണുങ്ങളെ കൊണ്ട് പറഞ്ഞ വാക്ക് ഒരാളും ആ വാക്ക് പുറം ലോകത്ത് കാണിക്കാണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം എന്താ പറഞ്ഞെന്നുള്ള മാത്രം കാണിച്ചുകൊണ്ട് പലരെ കൊണ്ടും എന്നെ കുറ്റമായി കാണിപ്പിച്ച്, എനിക്ക് കുറ്റമായി കമന്റ് ഇടുന്ന രീതിയിൽ അവർ കാണിപ്പിച്ച്. സിറാജുദ്ദീൻ ഉസ്താദിന്റെ ചാനലിലും മറ്റുള്ള വീഡിയോസുകാരൊക്കെ പെണ്ണുങ്ങളെ കൊണ്ട് എന്താ നിങ്ങൾ പറയുന്നുള്ള വാക്ക് മാത്രം കാട്ടിക്കൊണ്ട് എന്നെ പറഞ്ഞുകൊണ്ടാണ് കമന്റ് വരിയിപ്പിച്ചത്, മോശമായിട്ടുള്ള കമന്റ് വരിയിപ്പിച്ചത്. ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല. ഞാൻ പറഞ്ഞ വാക്കുകൾ അവർ ഈ ലോകത്തോട് കാണിച്ചു കൊടുത്ത്, എന്നിട്ട് ലോകത്തുള്ള വീഡിയോ കാണുന്ന മുത്തുമണികൾ കമന്റ് എന്നെ കൊണ്ട് തെറ്റിയ നിലയിൽ കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു, ഞാനൊന്നും പറയൂല. അല്ലാണ്ട് നിങ്ങൾ ആണുങ്ങളെ കൊണ്ട് പറയണേ ഉസ്താദേ. പല ആണുങ്ങളുണ്ട് ഭാര്യനെയും മക്കൾ ഇട്ടേച്ച് പോകുന്നു. നിങ്ങൾ ഓരോ സദസ്സിലും ഓരോ മഹലിലും ഓരോ യൂട്യൂബിലും വന്ന് നിങ്ങൾ പറയണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ഭാര്യമാരെയും മക്കളെ നോക്കിയത്, അതുപോലെ ആണുങ്ങളെ നിങ്ങൾ നോക്കണേ എന്ന് നിങ്ങൾ പറയണേ സിറാജുദ്ദീൻ ഉസ്താദ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ആ വാക്ക് എവിടെയും കാണിച്ചില്ല, ഉസ്താദിന്റെ ചാനലിലും കാണിച്ചില്ല, മറ്റുള്ള ചാനലുകളിലും കാണിച്ചില്ല. ഞാൻ പൊരുത്തപ്പെടൂല. എൻ്റെ ആ സംസാരം, ഈ ലോകത്തിന് വേണ്ടി സംസാരിച്ച സംസാരം അതെവിടെയും കാണിക്കാതെ പെണ്ണുങ്ങളെ കൊണ്ട് എന്ന് മാത്രമുള്ള വോയിസ് കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞത് ഞാൻ പൊരുത്തപ്പെടൂല. അതുകൊണ്ട് നിങ്ങൾ വലിയ ദീനും ദുനിയാവും പറയുന്നില്ലേ, ഒരാളെ ഇല്ലാത്ത വാക്കുകൾ അല്ലേ പറഞ്ഞ വാക്കുകൾ വേറെ രീതിയിൽ കാട്ടിക്കൊണ്ട് ചെയ്യുന്നത് നിങ്ങൾക്കാണോ സ്വർഗം? നിങ്ങളാണോ നല്ല മനുഷ്യന്മാർ? ഞാനൊന്നും പറയുന്നില്ല, വാക്യങ്ങൾ കേൾക്ക്. ചെയ്യുന്ന തരത്തിലായിരുന്നു അത്. ഇന്ന് ആ ചാനൽ യൂട്യൂബിൽ കാണുന്നില്ല. ടെർമിനേറ്റ് ചെയ്തതാണോ, ജനങ്ങൾ കൂട്ടത്തോടെ റിപ്പോർട്ട് ചെയ്തതാണോ, ഇതൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാനാകില്ല. പക്ഷേ ഇയാൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത, എൻ്റെ ചാനൽ എങ്ങനെയാണോ നഷ്ടപ്പെട്ടത്, എൻ്റെ ചാനൽ എവിടെയാണോ പോയതെന്ന് സത്യാവസ്ഥ അറിയാണ്ട് ഇയാൾ പറഞ്ഞു കേട്ടിട്ടില്ല. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. ഉറപ്പിച്ച് പറയാൻ പറ്റാത്തത്, കണ്ടതും കേട്ടതും ഉറപ്പില്ലാത്തതുമായ കാര്യങ്ങൾ പറയാൻ പാടുണ്ടോ? എവിടാണോ ദീൻ പഠിച്ചത്? ഇങ്ങനത്തെ നിങ്ങളോടെല്ലാം പറഞ്ഞു പോകും മക്കളെ. ഈ സാബീത്താനോട് കണ്ടോ കേട്ടോ അല്ലേ വന്ന് പറയുന്നത്, ഓർക്കെന്നെ സത്യാവസ്ഥ അറിയില്ലാന്ന് ഓറ് പറയുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ എങ്ങോട്ടാ പോയത് നിങ്ങളറിയാം? ഒരാളും റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. റിപ്പോർട്ട് കൊടുത്തിട്ട് യൂട്യൂബിന്റെ മോലാളിനെ കൊണ്ട് റിപ്പോർട്ട് അടിപ്പിക്കണേ. ഞാൻ അതിൽ വല്ലതും പറയണ്ടേ? ഈ ലോകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സംസാരിക്കണേ ഉസ്താദെ എന്നുള്ള വാക്കല്ലേ ഞാൻ ഇട്ടുക്കുള്ളൂ. പിന്നെ റസാ വ്ലോഗ് ഉസ്താദ് നൂല് മന്ദിച്ചിട്ടും ഡാൻസ് കളിച്ചിട്ടും തെറ്റുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തിരുത്തി തരണ്ടേ ഉസ്താദ്? അതിനുള്ള മറുപടി അല്ലേ ഞാൻ കൊടുത്തുക്കുള്ളൂ. എന്നെ വല്ലാണ്ട് പറഞ്ഞ് പല ആൾക്കാരെ കൊണ്ടും പല രീതിയിലും കമന്റ് അടിപ്പിച്ചത് കൊണ്ട് ഞാൻ പ്രതികരിച്ചു, അതല്ലേ ഞാൻ ചെയ്തുക്കുള്ളൂ അല്ലേ? അപ്പൊ കണ്ണോണ്ട് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ ആരുണ്ടെങ്കിലും ഇയാളെ കയ്യിൽ എത്തിച്ചു കൊടുക്കണം. സൂഫി സഫാർ മീഡിയ എന്ന് പറയുന്ന ആളെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ കേട്ടാ, എത്തിച്ചു കൊടുക്കണം. കാരണം വെച്ചാൽ നിങ്ങൾ കണ്ടോ കേട്ടോ പറയരുത്. നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്ത കാര്യം ഞാൻ ഓരെന്നെ പറയുന്നത്, എന്താ പറ്റിയെന്ന് അറിയില്ല. അവൻ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഇങ്ങനെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ എന്നെ കൊണ്ട് ഇങ്ങനെ എൻ്റെ കാര്യം മോശമായിട്ട് കമന്റ് ഇടിപ്പിക്കല നിങ്ങൾ. ഞാൻ നിങ്ങളെ പേജിലെല്ലാം പരാതി കൊടുത്ത പ്രശ്ന കേട്ടാ. ഇതൊന്നും നമുക്ക് ഉറപ്പിച്ചു പറയാനാകില്ല. ഉറപ്പാണ്, ഇത് ഒരു ചിന്തിക്കേണ്ട സംഭവമാണ്. അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ചും രാത്രികൾ ഉറക്കമില്ലാതെ ചെലവഴിച്ചും ജീവിതം മുഴുവൻ ദീനിനു വേണ്ടി സമർപ്പിച്ചും നമ്മളെ നേരായുള്ള വഴിയിലേക്ക് വിളിക്കുന്നവരാണ് അവർ, നമ്മുടെ പ്രിയ ദീൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ തന്നെ. ഈ ഒന്ന് അലിഫാന്ന് പഠിച്ചതും ഇന്ന് 2 വരി ഖുർആൻ ഓതുന്നതും ഉസ്താദുമാർ പഠിപ്പിച്ചിട്ട് തന്നെയാ. ഇന്ന് മുസ്ലിങ്ങളെ കമ്പക്കാരും പിടിച്ചിട്ട് കിട്ടുന്നതും
ഉസ്താദന്മാർ വയല് പറഞ്ഞിട്ടും പല 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 അലാലും ആറാമോ ദീനും ദുനിയാവും പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് കമ്പക്കാരുമ പിടിച്ചാ കിട്ടുന്നത്. ഉസ്താദുമാർ വേണം, ദീൻ പഠിപ്പിക്കുന്നവർ തന്നെയാണ്, ഞമ്മക്കൊരു കുറവുമില്ല, ഒരു സംശയവുമില്ല, എന്റെ പൊന്നാർ ഉസ്താദുമാർ തന്നെയാണ്. പക്ഷേ ഉസ്താദുമാരെടുത്തും തെറ്റുകൾ ഉണ്ടാകുമ്പം പറയണ്ടേ? അതും തെറ്റുണ്ടായിട്ട് പറഞ്ഞതല്ലാലോ ഞാൻ. ഏടല്ലോ കിടക്കുന്ന ഒരുപാട് പെണ്ണുങ്ങൾ കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാർ ഇട്ടേച്ച് പോയി കളഞ്ഞിട്ട് ഈ ലോകത്തിന് വേണ്ടി സംസാരിച്ചതല്ലേ ഞാൻ. പിന്നെ ഈ ചാനൽ, എൻ്റെ ചാനൽ അള്ളാഹു നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ്. പൊന്നു മക്കളെ, ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഈ റസാ വ്ലോഗ് ഉസ്താദും മറ്റേ ഉസ്താദും ഞാൻ പറഞ്ഞ വാക്ക് ലോകത്ത് കാണിക്കാതെ എന്നെ കൊണ്ട് പല കുറ്റവും കുറവും ഉസ്താദുമാർ പറഞ്ഞപ്പോൾ പല രീതിയിലും പല മോശമായിട്ടുള്ള കമന്റുകൾ എനക്ക് വേണ്ടി ഇടിയിപ്പിച്ച് എന്നെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം, എന്നെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം. കമന്റ് ഇട്ടവരല്ല, കമന്റ് ഇട്ടവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ കമന്റ് ഇട്ടവരെ അറിയുന്നില്ല ഈ സാബീത്ത് എന്താണാവോ ഉസ്താദുമാരോട് പറഞ്ഞത് എന്ന് കമന്റുകാർക്ക് അറിയുന്നില്ല. കാരണം വെച്ചാൽ അവര് ഉസ്താദുമാർ കേൾപ്പിക്കുന്നത് പിന്നെ ഇതാ പെണ്ണുങ്ങളെ കൊണ്ട് മാത്രം എന്താ പറയുന്നേ എന്നുള്ള വാക്കും വെച്ചിട്ടാണ് പിന്നെ പ്രതികരണം എന്നെ വല്ലാത്ത രൂക്ഷമായിട്ട് എന്നെ പറയാൻ തുടങ്ങിയത്. ആണുങ്ങളെ കൊണ്ട് നിങ്ങൾ പറയണേ, പല ആണുങ്ങളും പെണ്ണുങ്ങളെ ഉപേക്ഷിച്ച് ഇങ്ങ് പോകുന്നുണ്ട്, പല പെണ്ണുങ്ങളും മക്കളും കഷ്ടപ്പെടുന്നുണ്ട്, ഉസ്താദെ നിങ്ങൾ പറയണേ എന്നുള്ള വാക്ക് അത് ഇവിടെയും കാണിച്ചില്ല. അത് കാണിക്കാത്തത് കൊണ്ട് എന്നെ കുറ്റപ്പെടുത്തി മാത്രം പറഞ്ഞത് കൊണ്ടാണ് പലരും അങ്ങനെ കമന്റ് ഇട്ടത്. കമന്റ് ഇട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്നെ പറഞ്ഞവരാരാണോ, ഞാൻ പറഞ്ഞ വാക്കുകൾ പുറം ലോകത്ത് കാണിക്കാണ്ട് പറഞ്ഞവരാരാണോ എന്നെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം. നിങ്ങൾ എന്ത് ദീനും ദുനിയാവും പറഞ്ഞിട്ടും കാര്യമില്ല, എന്നെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം. ഞാൻ എൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് കേൾപ്പിച്ചും കൊണ്ടാണ് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ വീഡിയോ ചെയ്തെങ്കിൽ ഒരു പൊരുത്തപ്പെടിക്കാനും വേണ്ടിയില്ല. ഞാൻ ലോകത്തിന് വേണ്ടി സംസാരിച്ച വാക്കുകൾ നിങ്ങൾ എവിടെയും കാണിച്ചില്ല. അപ്പം ചാനൽ നഷ്ടപ്പെട്ട് കേൾക്കണ്ട, നിങ്ങൾ ചാനൽ നഷ്ടപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഒരു റിപ്പോർട്ടും അല്ല ഒരു സപ്പോർട്ടും അല്ല കേട്ടാ. ഇപ്പോൾ ഒന്നും കന്നും കാണാണ്ടാണ് ഈ സഫേൻ എന്ന് പറയുന്ന ആൾ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവര് ഉസ്താദുമാരുടെ വീഡിയോസ് ചെയ്തതിന് ശേഷം എനിക്ക് അതിൻ്റെ മുന്നേ നല്ലോണം കമന്റ് വരുന്ന ഒരു വ്ളോഗറാണ് ഞാൻ. വീഡിയോസാ എൻ്റെ ലൈവിൽ ആയിരക്കണക്കിന് ആൾ ഓടി വരും. അവരെൻ്റെ പ്രാർത്ഥന കൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടും എൻ്റെ വീഡിയോസിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടും എനിക്ക് നല്ല കമന്റ് വന്ന് നല്ല സപ്പോർട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എന്നെ കൊണ്ട് വല്ലാത്ത പല രീതിയിലും ഉസ്താദുമാറും മറ്റും വീഡിയോസ് അങ്ങ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് അതേപോലത്തെ രീതിയിലുള്ള കമന്റ് എനിക്ക് വരാൻ കാരണം. അതുകൊണ്ട് ഞാൻ കമന്റ് ബോക്സ് ഓഫാക്കാൻ പോയി. ഓഫാക്കി കുറേ 2-3 ദിവസം ഞാൻ ഓഫാക്കി. പിന്നൊരു ദിവസം ഞാൻ ഓഫാക്കുമ്പോൾ വേറെ എവിടെയോ ഒരു സ്ഥലത്ത് തൊട്ടുപോയി. പിന്നെ ഞാൻ നോക്കുമ്പോൾ താനേ കമന്റ് ബോക്സ് ഓഫായതും കാണുന്നു. അവിടുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ യൂട്യൂബ് ചെന്ന് നോക്കുന്നവരാണ്. എൻ്റെ യൂട്യൂബ് ചാനലല്ല, നിങ്ങൾക്കെല്ലാം ഉള്ള പോലത്തെ സാധാ യൂട്യൂബ് ഇല്ല, അത് ചെന്ന് നോക്കുമ്പോൾ യൂട്യൂബും ഇല്ല, ജിമെയിലും ഇല്ല, ഒന്നുമില്ല. അപ്പൊ എൻ്റെ എന്തോ തൊടലിൻ്റെ അകത്തുനിന്ന് എന്തോ അതായിപ്പോയതാണ്. എല്ലാണ്ട് ഒരാൾ റിപ്പോർട്ട് കൊടുക്കുക, ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ, ഞാൻ എന്തെങ്കിലും പറയണ്ടേ? ഞാൻ ഒരാളെ മോശമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. ഉസ്താദുമാർ ഞാൻ പറയാത്ത വാക്കുകൾ എന്നെ കൊണ്ട് പലതും വിളിച്ചു പറഞ്ഞിട്ട് അത് എന്നെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം. അല്ലാണ്ട് ഞാൻ ആരെ കൊണ്ടും പൊരുത്തപ്പെടിപ്പിക്കണ്ടില്ലല്ലോ. അത് അള്ളാഹു സാക്ഷിയാ, അള്ളാഹുവിനറിയാം ഞാൻ എന്താ പറഞ്ഞത് എന്ന്. പിന്നെ റീച്ചിന് വേണ്ടി പിന്നെ യൂട്യൂബിൽ നിന്ന് വന്ന് മുങ്ങിത്തപ്പിയുള്ള പെണ്ണുങ്ങളെ ഓരോ കളിയും നെഞ്ഞുമാറും ഒക്കെ കണ്ട് അതിനെപ്പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുക. പെണ്ണുങ്ങളെ മോശമായിട്ട് അങ്ങ് അടിച്ചിറക്കുക. ഒരു കാണുന്നത് ഒരു കുഴപ്പമില്ല, മുന്നും ബേക്കും ആണുങ്ങൾ കാണുന്നതിന് ഒരു കുഴപ്പമില്ല. അതിങ്ങനെ സെർച്ച് ചെയ്ത് കാണാം. അത് അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് കണ്ണുകൊണ്ട് യൂട്യൂബിൽ നിന്ന് എന്തും കാണാം, പക്ഷെ അതിൽ വീഡിയോ ഇടുവാൻ പാടില്ല. നിങ്ങളെ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വിളിക്കുന്നവരാണ് അവർ. നമ്മുടെ പ്രിയപ്പെട്ട സിറാജുദ്ദീൻ കാസിമി ഉസ്താദിനെ പോലുള്ള ഉസ്താദുമാർ. അവരിൽ മനുഷ്യരാണ് തെറ്റുകൾ ഉണ്ടാകാം, പക്ഷേ മനുഷ്യരാണ് തെറ്റുകൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിക്കില്ലേ? സുഫൈരി മനസ്സിലായിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേ തെറ്റുകൾ എന്ന് പറഞ്ഞാല് ഓറ് പെണ്ണുങ്ങളെ മാത്രം പറയുന്നത്, പെണ്ണുങ്ങളെ കൊണ്ട് പറഞ്ഞോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആണുങ്ങളെ കൊണ്ട് പറയണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണോ ഭാര്യനെയും മക്കളെയും നോക്കി അതുപോലെ നിങ്ങൾ പല സദസ്സൊന്നും മഹലൊന്നും യൂട്യൂബൊന്നും പറയണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ എന്ത് കണ്ടിട്ട് പറയുന്നത്? എന്നിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ കമന്റുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓല് സംഗതി അറിയുന്നില്ലാലോ. അതിന്റെ കംപ്ലീറ്റ് തെറ്റും കുറ്റും നിങ്ങൾ നാളെ മാഷാ അല്ലാഹുവിനോട് ഉത്തരം പറയണം.
സ്ഥാനവും ദൗത്യവും ചെറുതല്ല. ഖുർആൻ പറയുന്നു, അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാകുമോ. അപ്പോൾ അറിവുള്ളവരെ പൊതുവേദികളിൽ അപമാനിക്കുകയും അവരെ മുഴുവൻ ദീൻ വിരുദ്ധരായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ഒരു ചെറിയ കാര്യമല്ല. ആരാ അപമാനിച്ചേ? എന്നെയല്ലേ അവരപമാനിച്ചേ? ഒരു സ്ത്രീ ഒരു പെണ്ണിന്റെ അടുത്ത് വല്ല തെറ്റോ അല്ലെ വല്ല കുറ്റോ ഉണ്ടെങ്കിൽ അതൊരു ദീനിയായ മനുഷ്യൻ ഏത് രൂപത്തിലാ പെണ്ണിനോട് പറഞ്ഞു തരണ്ടേ? ഞങ്ങളെ നിയാസ് ഉസ്താദിനെ നോക്ക്, ഓറ് പല ആക്കും വീഡിയോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നെ കൊണ്ടും വീഡിയോസ് ചെയ്തിക്ക്. എന്തൊരു സ്നേഹത്തില് എന്തൊരു സൗഭാഗ്യത്തില് നിയാസ് ഉസ്താദ് വീഡിയോസ് ചെയ്തത്. ഞാൻ എന്താ പറഞ്ഞത്? അപമാനിച്ചത് എന്നെയാ. ഞാൻ ഉസ്താദിനോട് പറഞ്ഞ കാര്യം ലോകത്ത് കാണിക്കാതെ വേറെ രീതിയിൽ എന്നെ ചിത്രീകരിച്ചുകൊണ്ട് വേറെ രീതിയിൽ എന്നെ പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ വിളിച്ചു കൂവിക്കൊണ്ട് എന്നെ ഇങ്ങനെ ആക്കിയത്, എന്നെ കൊണ്ട് പലരും കമന്റ് ഇടിപ്പിച്ചത് ആരാ? അപമാനത്തിലാക്കി ആരാ? ഈ പറയണ ഞാൻ പിന്നെയോ ഞാൻ ഉസ്താദിനല്ല, ഉസ്താദ് എന്നെയാ. പൊരുത്തപ്പെടിപ്പിക്കണം, 100% പൊരുത്തപ്പെടിക്കണം. ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ സിറാജ് ഉസ്താദിനോട് ഞാൻ എന്താ പറയാൻ പറഞ്ഞത്? ഒന്ന് ഉസ്താദ് ഇങ്ങോട്ട് ബാ, എൻ്റെ വീട്ടില് ഒന്ന് ചുമക്ക് നേർക്കുന്നേരം ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാലോ. ഒന്നിക്കലും എനക്ക് മനസ്സിലാക്കി തരണം, അല്ലെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം. ഒന്ന് നിങ്ങൾ ഇങ്ങോട്ട് ബാ. എല്ലാണ്ട് ഇത് പിന്നെയും ഓരോരുത്തർ ചെയ്യുന്നവരും പിന്നെയും നിങ്ങളെ പേര് പറയേണ്ടി വരുന്ന എനിക്ക്. ഞാൻ എന്താ സിറാജ് ഉസ്താദിനോട് പറഞ്ഞത്? ഈ ലോകത്തോട് നിങ്ങൾ വിളിച്ചു പറയണേ ഭാര്യനെയും മക്കളെ നല്ലോണം നോക്കണമെന്നാ. പിന്നെ റസാ വ്ലോഗ് ഉസ്താദ് എന്നെ കൊണ്ട് ഒരു സൗമ്യമായ നിലയിൽ തെറ്റുകൾ തിരുത്തിത്തേണ്ട ഉസ്താദ് എന്നെ കൊണ്ട് അത്രയും മോശമായി ചിത്രീകരിച്ചിട്ടാണ് ലോകത്തോട് വിളിച്ചു പറയുക? ഇതല്ലാണോ നിങ്ങൾ പഠിച്ച പഠിപ്പ്? സാബിറ താത്തയുടെ ചില വീഡിയോകൾ കാണുമ്പോൾ ചിലരുടെ ഹൃദയങ്ങളിൽ ഉസ്താദുമാരോടുള്ള ബഹുമാനത്തിന് കുറവ് സംഭവിക്കാം. അത് എന്റെ വീഡിയോസ് കണ്ടത് കൊണ്ടൊന്നല്ല കുറവ്. പിന്നെ ഉസ്താദുമാരോട് കുറവ് എല്ലാവർക്കും സംഭവിച്ചേ. എന്റെ വീഡിയോസ് കണ്ടോണ്ടൊന്നല്ല. ഉസ്താദുമാരുടെ വീഡിയോസ്, എന്റെ വീഡിയോസ് ഉസ്താദ് ചെയ്തതിന് ശേഷം ഉസ്താദിനെ പറ്റി ഞാൻ ഇങ്ങനെ കണ്ട കാര്യം വീഡിയോ ചെയ്തപ്പോ ആയിരക്കണക്കിന് ഫോൺ കോളാ. റസാ വ്ലോഗ് ഉസ്താദിനെ കൊണ്ട് ചെയ്തപ്പോൾ ആയിരക്കണക്കിന് ഫോൺ കോളാ വന്ന. നന്നായിക്ക് സാബീത്ത, ഞാളെ പടച്ചവനാണ് സത്യം ഞാൻ നിങ്ങളോട് പറയാ. ഒരുപാട് ആണും പെണ്ണും ഫോൺ കോള പല രാജ്യങ്ങളിൽ നിന്നും നന്നായിക്ക് സാബീത്ത നിങ്ങൾ റസാ വ്ലോഗ് ഉസ്താദിന് കൊടുത്തത്. കാരണം വെച്ചാൽ ഓറ് സെക്സ് മാത്രം പറയുകയും പെണ്ണുങ്ങളെ മാത്രം അടിച്ചമർത്തുകയും ഒരു റീച്ചിന് വേണ്ടിയിട്ട് മാണ്ടാത്തതൊക്കെ വിളിച്ചു കൂവിയിട്ട് ചാനൽ വന്ന് പറയുന്ന ഒരാളാണ് ഓറ്. ഞാളെ മനസ്സിലുള്ളത് കംപ്ലീറ്റ് സാബീത്ത. ഒരു പിന്നെ എന്താണ് പറഞ്ഞ ഒരു പേടിയും കൂടാതെ, ഇതെല്ലാം പറഞ്ഞ വാക്കുകൾ ഞങ്ങളോട് പറഞ്ഞ ഒരു പേടിയും കൂടാതെ നിങ്ങൾ വിളിച്ച് പറഞ്ഞല്ലോ. വളരെ നന്നായി സാബീത്ത്, നിങ്ങൾക്ക് അഭിനന്ദനം ഞാൻ അറിയിക്കും. നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്നാ ചോദിക്കുന്നത്. ഞാളെ മനസ്സിലുള്ളതും ഞാള് പറയാൻ വിചാരിച്ചതും നിങ്ങൾ റസാ വ്ലോഗിന് ഉസ്താദിനെ നിങ്ങൾ വിളിച്ച് പറഞ്ഞല്ലോ എന്ന് ആയിരക്കണക്കിന് ഫോൺ കോളും വാട്സപ്പിൽ എനിക്ക് നേരിലും എന്നോട് പറയുന്നത്. നുണയല്ല ഞാൻ പറഞ്ഞത്, നുണയല്ല, സത്യം ഞാൻ ഈ പറഞ്ഞ വാക്ക്. ഞാൻ നിങ്ങളെപ്പോലെ ഇയാൾ പറയുന്നതിലോട്ടുള്ള നുണയൊന്നും ഞാൻ വിളിച്ച് പറയൂല. ഞാൻ സത്യം ഞാൻ പറയുന്നത് കേട്ടോ. എല്ലാണ്ട് ഞാൻ പറഞ്ഞിട്ടൊന്നല്ല ഉസ്താദിനെ പിന്നെ എല്ലാവരും അങ്ങനെ കാണുന്നത്. ഞാൻ പറഞ്ഞിട്ടൊന്നല്ല. ഇങ്ങോട്ടേക്ക് ഫോൺ കോൾ വരുന്നത് നന്നായിക്ക് സാബീത്താണ്. ഓലെ മനസ്സിലുള്ളതാ പോലെ ഞാൻ പറഞ്ഞ. ഇത് വീണ്ടും പറയിപ്പിക്കണം, നിങ്ങൾ പറയിപ്പിക്കണ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്ക് കാണിക്കാതെ ആരെല്ലാണോ ഈ ലോകത്തോട് എന്നെ കൊണ്ട് കുറ്റം വിളിച്ച് പറഞ്ഞ് മോശമായ കമന്റ് ഇടിയിപ്പിച്ച് നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ പൊരുത്തപ്പെടിപ്പിക്കണം. നിങ്ങൾ എന്നെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം. നിങ്ങൾ എൻ്റെ വീഡിയോസ് കംപ്ലീറ്റ് കേൾപ്പിച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോസ് ചെയ്താൽ എനിക്ക് ഒരു കുഴപ്പമില്ല. അതിൽ വരുന്ന കമന്റ് എല്ലാം ഞാൻ സഹിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ ലോകത്തിന് വേണ്ടി സംസാരിക്കാൻ പറഞ്ഞ വാക്കുകൾ അത് നിങ്ങൾ ഈ ലോകത്തോട് കാണിക്കാതെ മറ്റു വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്നെ വിഷമിപ്പിച്ച് എന്നെ കൊണ്ട് പല രീതിയിലും പല ആൾക്കാരെ കൊണ്ടും എന്നെ കുറ്റപ്പെടുത്തി കമന്റ് ഇടിയിപ്പിച്ച നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ അള്ളാഹുവിനോട് നാളെ മറുപടി പറയണം. നിങ്ങൾ ഇപ്പം വീഡിയോ ചെയ്ത് ഡോളർ വാങ്ങിക്കോളി. സംശയങ്ങൾ വിതച്ചിരിക്കാം. അത് അറിയാതെ ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ പ്രസക്തിക്കായി ചെയ്തതായിരിക്കാം. പക്ഷേ ഫലം ഇന്ന് ആ ശബ്ദം നിശബ്ദമായി. ഇത് ശിക്ഷയാണോ, അള്ളാഹുവിന്റെ പിടിയാണോ, അല്ലെങ്കിൽ വെറും സാങ്കേതിക പ്രശ്നമാണോ? ഇസ്ലാമികമായി നാം പറയുന്നത് ഇതാണ്. അള്ളാഹു കൊടുത്ത ശിക്ഷയാണ്. എൻ്റെ ചാനൽ കാണും, സാബി വ്ലോഗ് എന്ന് പറഞ്ഞ ചാനൽ കാണുന്നില്ലല്ലോ. അള്ളാഹു കൊടുത്ത ശിക്ഷയാണോ എന്നാ ചോദിക്കുന്നത്. പൊന്നു മക്കളെ,
പൊന്നു മക്കളെ, ഇനിയിപ്പോൾ എനിക്കൊരു പനിയോ ഭരത്തേറ്റായിട്ട് ഞാൻ ഇവിടുത്തെ കിടന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ കിട്ടുകയെന്നറിയില്ല. ആ നന്നായി അള്ളാഹ് കൊടുത്ത ശിക്ഷയാ, അള്ളാഹ് കൊടുത്ത ശിക്ഷയാ. ഉസ്താദുമാരെ പറഞ്ഞിട്ടാ, മറ്റുള്ളവരെ പറഞ്ഞിട്ടാ, ആലിമീനെ പറഞ്ഞിട്ടാന്ന് അറിയും. എനക്കൊരു പനിയോ ഭരത്തേറ്റോ ഇനി ഭരത്തെ പാലിക്കാൻ വരുമെന്നുണ്ട് അവിടെ കിടന്നിട്ട്. ഞാനിപ്പോൾ പനിച്ച് കിടന്നാലും ആശുപത്രി കിടന്നാലും വീഡിയോസ് ഇങ്ങനെ കിട്ടിത്തരും. അന്നേരം എന്താ പറയാ, കണ്ടാ അള്ള കൊടുത്തത്. അതുപോലെ ഈ ചാനല് നഷ്ടപ്പെടുത്തിയത് അള്ള. എന്നിട്ട് താഴെ ഞങ്ങൾക്ക് പേടിയാന്ന്, അള്ളഹാനോട് കളിച്ചാൽ ഇങ്ങനെയാ, ഉസ്താദിനോട് കളിച്ചാൽ ഇങ്ങനെ കമന്റെല്ലാം കാണേണ്ടത് നിങ്ങൾ. പൊന്നു മക്കളെ, എൻ്റെ കൈ കൊണ്ട് വന്നൊരു മിസ്റ്റേക്ക് അത്. ആ ചാനല് അള്ളാഹു നഷ്ടപ്പെടുത്തൂല, എനിക്ക് തിരിച്ചു തരും കേട്ടോ. പിന്നെ നിങ്ങൾ പറയുന്നത് ചാനൽ അങ്ങനെ ഉസ്താദ്മാരെ പറഞ്ഞത് കൊണ്ടാണെന്ന് പറയും. ഇനിയിപ്പം ഭർത്തം വന്നാലും നിങ്ങൾ പറയും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളെ പൊന്ന് സിറാജുദ്ദീൻ ഉസ്താദിന് ഊരവേദനയും പുറവേദന എല്ലാം ആയിട്ട് അവർക്ക് നിസ്കരിക്കാൻ പോലും പറ്റുന്നില്ല എന്നും പറഞ്ഞ് പല ചാനലിലും വന്ന് കരഞ്ഞിക്കില്ലേനാ. ഓർ ഹോസ്പിറ്റലിൽ പോയിട്ട് എത്ര ട്രീറ്റ്മെന്റ് എടുത്തിക്ക്. ഓർക്ക് അള്ള കൊടുത്തതിനു ഓർ യൂട്യൂബിൽ വന്ന് സംസാരിച്ചത് കൊണ്ടായിരുന്നു, അല്ലെ ഓർ വേറെ ആളെ കൊണ്ട് കുറ്റം പറഞ്ഞത് കൊണ്ടായിരുന്നു? എന്ത് വിവരം കെട്ട ഭർത്താനാ മോനെ ഈ സുഫിയ സഫാൻ പറയുന്നത്, ഈ സുഫിയ സഫാൻ മീഡിയ പറയുന്നത്. എന്ത് വിവരമില്ലാത്ത ഭർത്താനാ. നമ്മൾ ആലിമായ ആ സിറാജുൽ ഉസ്താദ്, പിന്നെ ഹാഫിളായ ഉസ്താദിന് ഊരവേനയും പുറംവേനയും വന്ന് നിസ്കരിക്കാൻ പോലും കഴിഞ്ഞുകൂടാണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് രക്ഷപ്പെട്ടല്ലോർ. ഓർ യൂട്യൂബിൽ വന്നിട്ട് വർത്താനം പറഞ്ഞിട്ടേനു, അല്ല യൂട്യൂബിൽ വന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞിട്ടേനു. എന്തെന്നേനു മോനെ, ഇത് രോഗം ആർക്കാ വരുമെന്നുണ്ടാ. അതുപോലെ എനിക്കിപ്പോൾ ഒരു ഭർത്താന്നുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്ന എൻ്റെ പച്ചവനെ യൂട്യൂബ് കംപ്ലീറ്റ് വരക്കും. അത് ഉസ്താദിനെ പറഞ്ഞിട്ട്, അത് ഉസ്താദിനെ പറഞ്ഞു. വിവരം ഉണ്ടോടോ നിങ്ങൾക്ക്? വിവരം ഉണ്ടോ? രോഗം ആർക്കാ വരുമെന്നുണ്ടാ? ആർക്കാ രോഗം വരുമെന്നുണ്ടാ? എൻ്റെ മാപ്പിള ഗൾഫിൽ നിന്ന് ബ്ലോക്ക് വന്ന് കുറേ ആശുപത്രിക്ക് എടുത്ത് എന്നിട്ട് നാട്ടിൽ വന്ന് നാട്ടിൽ നിന്ന് ആൾ ട്രീറ്റ്മെന്റ് ചെയ്ത് ഇതെല്ലാം തിന്നേനു. ഇതെല്ലാം തിന്നാ ഒരു യൂട്യൂബ് ഉണ്ടേനാ? ഒരു 24 മണിക്കൂർ നിൽക്കിച്ചിട്ട് അതാണ് വെക്കുന്ന മനുഷ്യൻ. രോഗം ആർക്കെ വരുമെന്നുണ്ടാ? അത്രയും ഈമാനോട് കൂടെ നടക്കുന്ന ഹാഫിളായ സിറാജുൽ ഉസ്താദിന് ഭർത്തായിട്ടല്ലേ ഇത് കുറേ ട്രീറ്റ്മെന്റ് ചെയ്തത്. ആ യൂട്യൂബിൽ വന്നിട്ടേനു. എന്ത് വിവരമില്ലാത്ത ഭർത്താനാ ഈ പിന്നെ സൂഫി സഫാനെ പറയുന്നത്. ഒന്നും വിചാരിക്കണ്ട ഞാൻ പറയുന്നത് കൊണ്ട് കേട്ടാ. അള്ളാഹു ഒരാളെയും പരീക്ഷിക്കാതെ വിടുന്നില്ല. ഖുർആൻ പറയുന്നു, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെടാതെ വിട്ടുകളയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പൊ സിറാജുദ്ദീൻ ഉസ്താദിനെ അള്ളാഹു പരീക്ഷിച്ചതേനു. ഊരവേദന, പുറംവേദന, കാലുവേദന, ഇപ്പം കുറേ ദിവസം ആശുപത്രി അഡ്മിറ്റ് ആക്കിയില്ലേ അവിടെ. അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ട് ഓർക്കെല്ലാം ഷിഫ ആക്കി. ഇനിയും ഒരുപാട് കൊല്ലം അവർക്ക് ജീവിക്കാൻ അള്ളാഹു എത്തിക്കട്ടെ. ഓരല്ലാ പരീക്ഷിച്ചതേനു. ഓരെന്തെങ്കിലും ചെയ്തേ തെറ്റ് ചെയ്തിക്കാനാ? എന്തല്ല അത് കണ്ട് കമന്റ് ഇടുന്ന ആൾക്കാർ. പരീക്ഷണങ്ങൾ ധനത്തിലൂടെയാണ്, ചിലത് ആരോഗ്യത്തിലൂടെയും, ചിലത് പ്രസക്തിയിലൂടെയും, ചിലത് അപ്രതീക്ഷിതമായ വീഴ്ചകളിലൂടെയുമാണ്. ഒരു കാലത്ത് വാക്കുകൾക്ക് ആയിരക്കണക്കിന് എല്ലാം ഞാൻ ചോദിക്കട്ടെ, പിന്നെ വയനാട്ടില് ഇപ്പൊ മഴയത്ത് ഉരുൾപൊട്ടിയിട്ട് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് മനുഷ്യന്മാർ മരിച്ചിട്ടില്ല അല്ലേ? അതെല്ലാം പരീക്ഷണമായിരുന്നോ? അതിൽ അത്രയും ആയിരക്കണക്കിന് ആള് മരിച്ചതിൻ്റെ അകത്തൊരു 10 ആളെങ്കിലും നല്ല ഉണ്ടാവില്ല. നിങ്ങളെ കാഴ്ചപ്പാടിൽ ഞാൻ ഒന്നും പറയുന്നില്ല അല്ലേ? ഓല യൂട്യൂബ് ഉള്ളത് കൊണ്ടാണ് ഓലിക്ക് ഉരുൾപൊട്ടിയത്. അല്ല ഇത്രയും ആൾക്കാർ എന്തോ തെറ്റ് ചെയ്തിട്ടാണോ ഓലിക്ക് പരീക്ഷണം കൊടുത്ത്? മോനെ സൊഫാനി, അള്ള എന്താ കണക്കാക്കിയത് അത് ഒരു മനുഷ്യന് കൊടുക്കും. അത് വരാനുള്ളത് വഴി തങ്ങൂല എന്ന് പറഞ്ഞില്ല. ഒരു മനുഷ്യൻ എന്താണോ കൊടുക്കാൻ അത് അള്ള കൊടുക്കൂ. കാതോർത്തിരുന്നുവെങ്കിൽ ഇന്ന് ആ വാക്കുകൾ എത്തുന്ന വേദി തന്നെ ഇല്ലാതാകുന്നത് ചെറിയ പരീക്ഷണമല്ല. ഇത് നമ്മളൊക്കെയും പഠിക്കേണ്ട ഒരു പാഠമാണ്. ദീൻ പറയുമ്പോൾ ആരെയെങ്കിലും അപമാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അഹങ്കാരത്തോടെ, അതുമല്ലെങ്കിൽ ഉലമാക്കളെ താഴ്ത്തിക്കൊണ്ട്. ആരാടാ സൂഫി സഫി പറയുന്ന? ആരാ സൂഫി സഫി പറഞ്ഞത്? പണ്ഡിതന്മാരെ അപമാനിച്ചിട്ട് ആരാ പറഞ്ഞു? എന്നെ കൊണ്ടല്ലേ അപമാനിച്ചിട്ടത്. ഒരു പെണ്ണിന്റെ അടുത്ത് ഒരു നൂല് മന്ത്രിക്കും വല്ല തെറ്റായിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പറഞ്ഞു തരേണ്ട റസാ ഉസ്താദ് ഏത് രീതിയിലാണ് പറഞ്ഞു തന്നത്? അതേ സ്ഥാനത്ത് നിയാസ് ഉസ്താദ് എത്ര നല്ല രീതിയിൽ പറഞ്ഞു തന്ന്? ഇതാണോ നീ പറഞ്ഞു തന്ന ആൾക്കാർ? പിന്നെ ഞാൻ പറഞ്ഞ വാക്കുകൾ കാണിക്കാണ്ട് പുറം ലോകത്ത് കാണിക്കുകയും ചെയ്ത മറ്റുള്ള ഉസ്താദുമാരോ? എന്താ പറയണ്ടേ? പറയരുത്. കാരണം ദീൻ അള്ളാഹുവിൻ്റെതാണ്. അത് ഉയർത്തുന്നവരെ അള്ളാഹു ഉയർത്തും. പറയാ കുറേ ഉണ്ട്. പിന്നെ എൻ്റെ പൊന്നാര ഉസ്താദുമാർ
ഉള്ളത് കൊണ്ടാണ് നമ്മളൊരു ഇത് പഠിച്ച അലിഫ് പഠിച്ച രണ്ടുപേര് ഖുർആൻ ഓതുന്നതും. അതുകൊണ്ട് ഈ ഇവിടെ പോലത്തെ പോലെ വർത്താനെല്ലാം കേട്ട് കഴിഞ്ഞാൽ എൻ്റെ ഉസ്താദുമാർ ഒരുപാട് പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ആ വീഡിയോസ് എല്ലാം കാണുമില്ല, നിങ്ങളങ്ങ് റീയടിച്ചങ്ങ് പോക്കിക്കളാം കേട്ടാ, നീക്കി പോക്കിക്കളാം. കാരണം വെച്ചാൽ ഈ പരീക്ഷണം വയനാട്ടിൽ ഉരുൾപൊട്ടിയിട്ട് കുഞ്ഞി മക്കളടക്കം എത്ര ജനങ്ങളാ മരിച്ചേ അല്ലേ? ഓല് യൂട്യൂബ് ഉള്ളത് കൊണ്ടാണോ? ഓലിക്ക് അള്ളാഹു പരീക്ഷണം കൊടുത്തതാണോ? കുഞ്ഞുമക്കൾക്കല്ല. സംഭവിക്കൂ. ഇനിയിപ്പം നാളെ പിറ്റേന്ന് ഞമ്മക്കിപ്പം ഭൂകമ്പം വരുവോ, പ്രളയം വരുവോ, ഇത് ആര് കണ്ട്? ഉള്ളിൽ ഞമ്മക്ക് വല്ല അസുഖങ്ങൾ വളരുന്നുണ്ടോന്ന് ആര് കണ്ട്? എത്ര കുഞ്ഞുമക്കൾക്കുണ്ട് ക്യാൻസർ. ഇപ്പൊ ഞങ്ങൾക്ക് അറിയുന്ന ഒരാള് ക്യാൻസർ ആയിട്ട് ചെറുപ്പക്കാരൻ കുഞ്ഞുമ്മ മരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പിന്നെ യൂട്യൂബ് ഉള്ളത് കൊണ്ടാ. എനക്ക് അവരോടൊന്നും പറയാൻ കഴിയല്ല കേട്ടാ. കാരണം വെച്ചാൽ തീരെ ഒരു അത് ഉയർത്തുന്നവരെ അള്ളാഹു ഉയർത്തും, അത് തകർക്കാൻ ശ്രമിക്കുന്നവരെ അള്ളാഹു പരീക്ഷിക്കും. ഇന്ന് സാബിറത്താത്താക്ക് സംഭവിച്ചത് അള്ളാഹുവിന്റെ കരുണയിലൂടെയുള്ള പരീക്ഷണമാണ്. എന്താണ് അങ്ങനെ പറഞ്ഞതെന്നാൽ, ഹാരിഫ് ഹുസൈനും ജാമിദ ടീച്ചർക്കും അവർക്കൊക്കെ ഇപ്പോഴും മതത്തെയും അള്ളാഹുവേയും അപമാനിക്കുവാനുള്ള വേദി തുറന്നു കൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നില്ലേ? ഈ ജാമിദ ടീച്ചറെ വീഡിയോസ് 2 ദിവസം മുന്നേ കണ്ടിരുന്നു. അതിൻ്റെ അകത്തുള്ള റബ്ബേ ഉസ്താദുമാരെ വോയിസ് അതിൻ്റെ അകത്തുള്ളത്. അതങ്ങ കുഞ്ഞു മക്കൾ കേട്ടിട്ടുണ്ട്. പച്ച തോന്നിയാസത്തിന്റെ വോയിസ് ആക്കളെ ഉസ്താദുമാർ അതിൻ്റെ അകത്തുള്ളത്. അത് കേൾപ്പിച്ചും കൊണ്ട് അവള് പറയുന്നത് പച്ച തോന്നിയാസക്കേട്. അതങ്ങ കുട്ടികൾ കേട്ടിട്ടുണ്ടെങ്കിലോ. ഞാൻ ആ വീഡിയോസ് എടുത്ത് കയറി പിന്നെ ഡിലീറ്റ് ആയി കഴിഞ്ഞു. കാരണം വെച്ചാൽ എന്നെ ജാമിദ ടീച്ചറെ വ്ലോഗ് പോയിട്ട് കണ്ടോന്ന് പറഞ്ഞു കുട്ടികളങ്ങ് അതിൽ പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിലോ. പച്ച തോന്നിയാസം 2-3 ഉസ്താദുമാരെ വോയിസ് എടുത്തിട്ട്. അപ്പൊ അതിനെപ്പറ്റി ജാമിദ ടീച്ചർ പ്രതികരിച്ചിരിക്കും. അല്ല, നിങ്ങൾ കണക്കാക്കിക്കോ, നാളെ ആരാ സ്വർഗത്തിൽ ആരാ നരകത്തിൽ എന്ന് നിങ്ങൾ കണ്ടോളി മക്കളെ, നിങ്ങൾ കണ്ടോളി. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടാ, കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ ജാമിദ ടീച്ചർ ഒരു വീഡിയോസിൽ ഞാൻ കണ്ടിക്ക് ഉസ്താദ് തന്നെ ഒരു ഉസ്താദ് തന്നെ വീഡിയോസിൽ വന്നിട്ട് പറയുന്നത് എന്തെന്ന്, പിന്നെ ഒരു ഭാര്യയും ഭർത്താവും നടന്നു പോകുമ്പോൾ മുത്ത് നബി ആ ഭാര്യനെങ്ങാൻ ഇഷ്ടപ്പെട്ടു പോയാൽ അന്നേരം ആ ഭർത്താവ് ഒഴിവാക്കി കൊടുക്കണം പോലെ നബിക്ക് കെട്ടാൻ വേണ്ടിയിട്ട്. ഇതല്ല ഏതോ ഉസ്താദ് വയത് പറഞ്ഞതാ. ഒരുപാടുണ്ട് അങ്ങനത്തെ. അതുകൊണ്ട് ഉസ്താദ്മാരെ ഞാൻ പറയാൻ വരുന്നില്ല കേട്ടാ. പോട്ടെ, അല്ലി കൊല്ലി ഇതെല്ലാം പിന്നെ പറയണ്ടേ നിങ്ങളോട് അത്ര പറഞ്ഞു പോയതാ. അല്ലി കൊല്ലി പോട്ടെ.